ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ അടിക്കുന്നത് ഒരു ഫ്രോക്കാട്ടോ. ഇതിൻ്റെ പിക്ക് ഞാൻ അതിൽ കാണിച്ചു തരാം, ആഡ് ചെയ്തുകൊണ്ട്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഇതിലേക്ക് ശീല എടുത്ത് തന്നിട്ട് കുട്ടിക്ക് അടിക്കാനുള്ളതാണ്. അപ്പം ഇതിങ്ങനെ ഞാൻ അതിൻ്റെ പിക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടിക്കാൻ വിചാരിച്ചത് ഇത് മുകൾക്ക് ഇങ്ങനെ വെക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു ഓവർകോട്ട് പോലെ വെക്കാനുള്ളതാണ്. ഇത് ഫ്രോക്കിൻ്റെ തുണിയും ഇത് ലൈനിങ്ങും. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ലൈനിങ് ആട്ടോ, ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിൻ്റെ ഇതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിനിങ്ങനെ 4 ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ 4 ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പം അതിന് ബോഡിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 11 മതി കേട്ടോ എനിക്ക്. അപ്പം ഞാനൊരു 12 എടുക്കുന്നുണ്ട്. തുന്നൽ തുമ്പൊക്കെ പോയിട്ട് അങ്ങനെ 12 ബോഡി ലെങ്ത്ത് എടുത്തുകൊണ്ടാണ് ഇത് മടക്കുന്നത്. ഇത് മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ അളവെടുത്തുകൊണ്ട് വെട്ടിയെടുക്കാം. നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 4 ആട്ടോ. ഫ്രണ്ടും ബാക്കും സെയിം ആണ്. കാരണം നമ്മൾ വേറൊരു സാധനം ഓവർകോട്ട് ആക്കിയാണ്ട് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കണില്ല. അപ്പം രണ്ടളവായാൽ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടേക്കാരം. അപ്പം 4 കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത് 2.5 കേട്ടോ. 2.5 മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ വരച്ചെടുക്കാം. ഞാൻ റൗണ്ട് ആട്ടോ നെക്ക് വരക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടുന്ന് 1.5 ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതിനിങ്ങനെ ഷേപ്പൻ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് റൗണ്ടായി വരും. അപ്പോൾ ഇതാണ് നമ്മളെ നെക്കിൻ്റെ അത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം. ഷോൾഡറിൻ്റെ നമ്മൾ 4 ആട്ടോ കൊടുക്കണേ ഷോൾഡർ. എന്നിട്ട് നമ്മൾ 4ൽ അടയാളപ്പെടുത്തും. നമ്മൾ ആം ഹോള് ഇതാക്കാൻ 7.5 ആട്ടോ കൊടുക്കണേ. അത് ഇവിടെ അടയാളപ്പെടുത്തുക. നമ്മളിതിങ്ങനെ ഒരു ലൈന് വരച്ച് വെക്കുക. ചെസ്റ്റ് റൗണ്ട് 10 ആട്ടോ. ഞാൻ ചെസ്റ്റ് റൗണ്ട് 10 എടുക്കുന്നത്. അപ്പോൾ ആ 10 ഇങ്ങനെ 10 അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ടാക്കിയാണ്ട് വരച്ചു കൊടുക്കുക. ആട്ടോ നമ്മളെ ഇത് വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മളെ ബോഡി പാർട്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്താണ്ടേക്കാരല്ലോ. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ഫ്രണ്ട് പാർട്ടാട്ടോ ഇത് നമ്മളിങ്ങനെ മടക്കി വെക്കുക. ലെങ്ത്ത് വേണ്ടത് 47 ആട്ടോ. 46 കറക്റ്റ്. ഞാൻ 1 ഇഞ്ച് കൂടുതൽ ഇടുന്നുണ്ട്. നമ്മൾ തുന്നലിങ്ങനെ മടക്കിയൊക്കെ അടിക്കണമല്ലോ. തുന്നൽ തുമ്പൊക്കെ പോട്ടെ എന്ന് എഴുതിയുണ്ട്. 47 ആട്ടോ എനിക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത്ത്. അപ്പം നമ്മൾ ബോഡി 11 വെട്ടി മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ 47 നമ്മൾ ഫസ്റ്റ് ആ 11 മൈനസ് ചെയ്യണം. അപ്പോൾ ബാക്കി 36 കേട്ടോ. 36 ആ സ്കേർട്ടിന് വരിക 36 ലെങ്ത്ത്. അപ്പോൾ അങ്ങനെ ലൈനിങ് ആ 36 കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടിക്കും ബാക്കിക്കും ഉള്ളത് എടുത്തിട്ടോ. കണ്ടോ, 2 പീസ് അളവിന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒക്കെ നമ്മൾ എടുത്ത് തുണി എത്രയല്ല അതിനനുസരിച്ചാണ് നമുക്ക് എടുത്തത്. കാരണം ഫ്രില്ല് ഇടാനല്ലേ, നമുക്ക് ഇഷ്ടമല്ല ഫ്രില്ല് ഇടാലോ. ഇതൊരു 21 ആട്ടോ. നമ്മൾ സ്ലീവിനുള്ളതാട്ടോ വെട്ടുന്നത്. സ്ലീവിന് ഞാനൊരു 12.5 ആട്ടോ കൊടുക്കണം. എനിക്ക് അത്ര മതി, കുട്ടിക്കുള്ളതാണ്. അപ്പം ഇത് അങ്ങനെ നമുക്ക് അളവിന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചുകൊണ്ട് ഫ്രണ്ട് പീസ് ആട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതേപോലെ തന്നെ 4 ഫോൾഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും അതെങ്ങനെയാണ് മടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുണിൻ്റെ വീതിക്കനുസരിച്ചാട്ടോ. ഇത് നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്കുണ്ടോ മടക്കുമ്പം ഇത്രക്ക് വീതി കിട്ടിയാൽ മതി. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ വീതിക്ക് മടക്കുക. ഞാൻ വെറുതെ ഇത് മടക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ തുണിയാണ് മടക്കിയത്. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ. എന്നിട്ട് ഈ ഭാഗമല്ലേ, ഈ ഓപ്പണിങ് ഇല്ലാത്ത ഭാഗം, അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക കഴുത്തിൻ്റെത്. പിന്നെ ഇങ്ങനെ വെട്ടിയെടുക്കുക. അപ്പം അതേപോലെ മടക്കിയതാട്ടോ ഇത്. അപ്പം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട്
അതിന്മേൽ വെച്ച് കൊടുക്കുക. കറക്റ്റായി വെക്കണം കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടും ബാക്കും ഒരേ നെക്കിൻ്റെ വിടുത്തൊക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ വേറെ വെട്ടേണ്ട ആവശ്യമില്ല, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വെച്ചിങ്ങാണ്ട് വെട്ടോ. ഇപ്പോൾ അങ്ങനെ കറക്റ്റിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ആ അളവിന്. ഇനി നമ്മൾ ഈ ഷോൾഡർ കൂടിയാണ്ടേക്കാരം, അപ്പം നമ്മൾ ഈ ഷോൾഡർ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. നമ്മളെല്ലാം ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം നല്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ അതിന് സെൻറ്റർ അടയാളപ്പെടുത്തേണ്ടി വരും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെയാണല്ലോ നമ്മൾ അടിക്കുക. അപ്പം എല്ലാത്തിനും സെൻറ്റർ അടയാളപ്പെടുത്തുന്നത് നല്ല. അപ്പോൾ ഇതേപോലെ 2 പീസ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് വെട്ടിയ പോലെ ഫ്രില്ല് കൊടുക്കാനുള്ള ഭാഗത്തിൻ്റെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ ഫ്രില്ല് കൊടുക്കാനുള്ള പാർട്ടാട്ടോ. ഫ്രണ്ടിനും ബാക്കിനും രണ്ടും ഒപ്പം മടക്കിയേക്കാണ്. 4 ഫോൾഡ് ചെയ്തേക്കാണ്. നമ്മൾ മാക്സിക്ക് ഫോൾഡ് ചെയ്യൂല അതേപോലെ ആദ്യം ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇങ്ങനെ നമ്മളെ ആവശ്യത്തിന് അളവിനനുസരിച്ചിട്ടോ അങ്ങനെ മടക്കുന്നത്. അപ്പോൾ അങ്ങനെ 4 ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അതേ അളവിനാട്ടോ ഞാൻ മടക്കിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെപ്പറേറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം കേട്ടോ. നമ്മളെല്ലാം സെൻറ്റർ അപ്പം തന്നെ മാർക്ക് ചെയ്യണം, നല്ലതാണല്ലേ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പം ഇതുമായി ഇനി നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. ഇത് നമ്മൾ സ്ലീവിനും വേണ്ടിയിട്ട് വെച്ചത് ലൈനിങ് ആട്ടോ. അപ്പം അതിൽ ബാക്കി വന്നൊരു പീസിലാട്ടോ ഞാൻ ഈ ഇത് കൊടുക്കുന്നത്. അപ്പം ഇത് ഇതിമ്മ വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഞാനിത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണോ ക്ലോത്ത് പാകമായി കിട്ടുക, എങ്ങനെ വെട്ടിയാലാണ് കിട്ടുക അതിനനുസരിച്ചാട്ടോ ഞാൻ വെട്ടുന്നത്. ഇന്ന ഫോൾഡ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് തുണി കിട്ടുന്നതിനനുസരിച്ച്. സ്ലീവൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. കാരണം അത്ര വലിയ കുറേ തുണിയൊന്നും നമ്മൾ എടുക്കില്ലല്ലോ, പാകത്തിനല്ലേ എടുക്കുള്ളൂ. സ്ലീവൊക്കെ നമ്മൾ ബാക്കിയുള്ള തുണിമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് സ്ലീവിന് എടുക്കുക. അപ്പോൾ ഇതേപോലെ ലൈനിങ്ങിൻ്റെ പാകത്തിന് നമ്മൾ വെട്ടിയെടുക്കുക. നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കിട്ടിയാൽ തന്നെ പിന്നെ നമുക്ക് സുഖിക്കാരം വെട്ടാൻ. കേട്ടോ ഇത് 2ാമത്തെ പീസാട്ടോ, ക്ലോത്തിൻ്റെ കയ്യിനുള്ള 2ാമത്തെ പീസാട്ടോ നമ്മൾ വെട്ടുന്നത്. അതിൻ്റെ ബാക്കി പീസിൽ നിന്ന് തന്നെ നമ്മൾ ഇതിനുള്ളതും പാടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാൽ എന്താ വെച്ചാൽ അധികം ക്ലോത്ത് വേസ്റ്റ് ആവില്ല. ഞാൻ ഇങ്ങനെ വെട്ടൽ അധികം ക്ലോത്ത് വേസ്റ്റ് ആക്കാത്ത രീതിയിലുള്ള വെട്ടലാണ്. ഇപ്പം നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വെട്ടുന്നത്. ക്ലോത്ത് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഫോൾഡിൽ തന്നെ 2 പീസും കിട്ടുന്ന രീതിയിലൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ഫ്രില്ലിടണമൊക്കെ വെട്ടിയെടുത്ത പോലെ. അപ്പം സ്ലീവും ആയി. ഇനി നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാനുള്ള സംഭവം കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാനുള്ള ആ കോട്ട് പോലെയുള്ള സംഭവം കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. കേപ്പ് ഫ്രോക്കല്ല അടിക്കണത്, ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോട്ട് പോലെ അടിക്കണത്. അപ്പോൾ ആ കേപ്പ് അടിക്കാനുള്ള തുണിയാട്ടത്. അതിന് ഞാനൊരു 1 മീറ്ററാണ് കേട്ടോ ഇത് ഈ തുണി. അപ്പോൾ ഇതിനെ എങ്ങനെ മടക്കണ്ടേന്ന് ചോദിച്ചാൽ ഇങ്ങനെ മടക്കുക. ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ മടക്കുക. കണ്ടോ, ഫസ്റ്റ് സെൻറ്റർ മടക്കിയിട്ട് പിന്നെ അതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത് വെട്ടുക കേട്ടോ. ഇതിനാദ്യം നമുക്ക് കഴുത്തിൻ്റെ ഭാഗം വേണ്ട. അപ്പോൾ നമ്മൾ ആ ഫ്രോക്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കും ഈ കേപ്പ്. അപ്പം അതിൻ്റെ അതേ അളവിലാട്ടോ നമ്മളിത് വെട്ടുന്നത്. ആദ്യം നമ്മൾ കഴുത്ത് വെട്ടാട്ടോ, എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം നമുക്ക് വേണ്ട ഇതിന്. അപ്പം നമ്മൾ കറക്റ്റ് വെച്ചുകൊണ്ട് കഴുത്ത് ഫസ്റ്റ് വെട്ടിയെടുക്കുക. എടുക്കല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ കണ്ടോ, ഈ തുണിൻ്റെ ഇവിടെ ഈ സെൻറ്റർ പോർഷന് അവിടെ ഇത് വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടിയത് അത് ഞാനൊരു 17 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടോ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്, റൗണ്ടായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. നമ്മൾ ഇവിടെ ടാപ്പ് വെച്ചിട്ട് വലിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം വരച്ചെടുത്തത്. അതേപോലെ നമ്മൾ കഴുത്തും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയായി എന്ന് നോക്കാം. അപ്പം ഇതാട്ടോ ഇങ്ങനെ ഇക്കാരം അതിൻ്റെ ലുക്ക്. അപ്പം നമ്മൾ ഇതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ള് അടിച്ചെടുക്കാനുള്ളൂ, സ്റ്റിച്ച് ചെയ്യാനാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സ്കാർഫിന് വേണ്ടിയിട്ട് വെട്ടുക കേട്ടോ. അത് നമ്മൾ ബാക്കി തുണിയിൽ സ്കാർഫും പാടെ ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രണ്ടിൽ ആ വെട്ടിൻ്റെ ബാക്കിയാട്ടോ. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു. ഇങ്ങനെ ശരിയാക്കി എടുത്തു കേട്ടോ. ഇങ്ങനെ 2 പീസ് എടുത്തു നമ്മൾ സ്കാർഫിൻ്റെ തലക്ക് അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ സ്കാർഫുമായി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതെങ്ങനെ അടിക്കേണ്ടത് ചോദിച്ചാൽ ഇത് ലൈനിങ് ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ലൈനിങ് ഇങ്ങനെ വെക്കുക. അതിന് നല്ല ഭാഗവും ചീത്ത ഭാഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ വെച്ച് കൊടുത്തേക്കുക കേട്ടോ. ഇനി സദാ നമ്മൾ അടിക്കൂല, ഇവിടുന്ന് ഇങ്ങനെ 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 ഈ കൈക്കൂലിൻ്റെ ഇതുവരെ അടിച്ചു കൊടുക്കുക. നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മളിത് അടിച്ചെടുത്തിക്കണം. ഇനി നമുക്ക് സ്റ്റിച്ച് പെടാതെ ഇത് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മറിച്ചിട്ടിങ്ങാണ്ട് പതിച്ചടിക്കുമ്പോൾ ഒരു നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മറിച്ചിട്ടിട്ട് നമ്മളിത് പതിച്ചടിച്ചു കൊടുക്കണം. കണ്ടോ, ഇത് നമുക്ക് ഇതിലെങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ്ടോ നമ്മൾ 2 ഫ്രണ്ടിനും ബാക്കിനും ഉള്ളത് ഇതേപോലെ ലൈനിങ്ങൊക്കെ വെച്ച് പതിച്ച് തിരിച്ചിട്ട് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ നമ്മളിങ്ങനെ ഇതുണ്ടോ നല്ല ഭാഗം വെച്ചിട്ട് 2 ഷോൾഡറും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഇങ്ങനെ ഷോൾഡറൊക്കെ 2 ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സ്ലീവ് അടിച്ചെടുക്കട്ടെ. ലൈനിങ് ഒന്ന് ഇതിമേ ഈ തുണിമ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ജോയിൻ ചെയ്യാം. സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇതാ ഇവിടെ ഈ സെൻറ്ററിൽ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കൈ യോജിപ്പിക്കാം. കൈ 2 അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. എന്നിട്ട് ഈ ലൈനിങ്ങോട് കൂടെ ഇത് 2ഉം മടക്കിയാണ്ട് അടിച്ചു കൊടുക്കുക. കൈയിൻ്റെ 2ഉം മടക്കി അടിച്ചിട്ടോ. നമ്മൾ ലൈനിങ് ഒപ്പം വരാൻ വേണ്ടിയിട്ട് ഒരേ അളവിനായിട്ട് കൊടുത്തത്. ഇതിങ്ങനെ മടക്കിയാണ്ട് നമ്മൾ ഒരു അടി അടിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടോ അടിയൊക്കെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു നോക്കാം. ഒക്കെ ശരിയല്ലേ നോക്കണം കേട്ടോ. അപ്പം ഇനിയാണ് നമുക്ക് ഇതിന്മേ ക്യാപ്പ് വെച്ച് കൊടുക്കണ്ടേ. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് സ്ലീവ് ഇല്ലെങ്കിൽ നേരെ നമ്മൾ ആ ജോയിൻ ചെയ്ത് ഫ്രണ്ട് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ട് നേരെ ക്യാപ്പ് വെച്ച് കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് സ്ലീവൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്ര. അപ്പോൾ നമുക്കതെങ്ങനെ വെക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗമല്ലേ നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ അടിച്ച അതിൻ്റെ ഉൾഭാഗത്ത് ഈ ക്യാപ്പ് വെക്കാനുള്ള സാധനത്തിൻ്റെ നല്ല ഭാഗമല്ലേ, നല്ല വശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് അടിച്ചെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് ഇത് ഉള്ളിൽ ഇട്ട് നോക്കാം. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടോ. ഓപ്പൺ കൊടുത്തിട്ട് ഇത് മടക്കി അടിക്കുകയാണേ. ആ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്ത ഭാഗത്ത് നമ്മൾ മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുണ്ടോ ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിക്കണ്. അതൊക്കെ വെട്ടി അതൊക്കെ മടക്കി അടിച്ചു. ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്കിത് മറിച്ചിട്ട് നോക്കട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ കണ്ടോ
ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ പതിച്ചടിക്കൂലേ, ഇങ്ങനെ കഴുത്തൊക്കെ ഒപ്പാക്കിയാണ്ട് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടോ ഫ്രണ്ട് ഓപ്പൺ ആക്കിയാണ്ട് അടിച്ചെടുത്തിക്കണ്. ഇനി നമുക്കിത് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. ഈ കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഈ സെൻറ്റർ പാർട്ടിൽ നിന്ന് ഇവിടുന്ന് തുടങ്ങാം നമുക്ക് അടിച്ചാണ്ട്. അപ്പോൾ നമ്മളിത് പതിച്ചടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്ത്. ഇനി നമുക്ക് ഇവിടെ ഫ്രില്ല് കൊടുക്കാം ഫ്രണ്ടിലും ബാക്കിലും. ഇതിൽ നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ടിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അത് ഫ്രില്ലിട്ട് കൊടുക്കുക. സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ അത് വെച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഫ്രില്ല് കൊടുത്ത് എത്രത്തോളം ഫ്രില്ല് ഇട്ടോ അത്രത്തോളം അടിച്ചെടുക്കുക. എന്നിട്ട് അപ്പുറം ഭാഗത്ത് അപ്പുറം അടിക്കുക. അപ്പോൾ നമ്മൾ ആ സൈഡ് ഫുള്ള് ഫ്രില്ല് കൊടുത്തു. ഇനി ഈ ഭാഗം ഫ്രില്ല് കൊടുത്ത് വരിക കേട്ടോ. അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഫ്രില്ല് കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും ഇതേപോലെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കേട്ടോ രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. സൈഡ് കൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈനിങ്ങിൻ്റെ അടി അടിച്ചെടുക്കുക കേട്ടോ. അത് രണ്ടും അടി അടിച്ചെടുക്കാം. നമ്മൾ സൈഡ് മുട്ടിൻ്റെ മുന്നേ ലൈനിങ്ങിൻ്റെ അടി രണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സൈഡ് മുട്ടിൻ്റെ മുന്നേ ലൈനിങ്ങിൻ്റെ അടി രണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നേരെ മൂട്ടി പോയാൽ മതി. കാരണം ലൈനിങ് കുറച്ച് ചെറുതും ടോപ്പിൻ്റെ ലെങ്ത്ത് ലൈനിങ്ങിലേറെ ആണല്ലോ. അപ്പം നമുക്ക് ആ കൂട്ടിയടിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അടി മടക്കി കൊടുക്കേണ്ടത് തേച്ചാൽ ശരിയാവും കേട്ടോ. ഇങ്ങനെ ചുളിഞ്ഞു പോയതാണ്. നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ശരിയാവും. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് സൈഡൊക്കെ മൂട്ടാനുള്ളൂ കേട്ടോ. ഫുള്ള് മൂട്ടി കൊടുത്ത് അടി അടിച്ചാൽ നമ്മളെ ഡ്രസ്സ് സെറ്റായി. അപ്പോൾ നമ്മൾ അളവെടുക്കുക കേട്ടോ. കൈയിൻ്റെ അളവെടുക്കുകയാണ്. ഞാൻ ഒരു 6 ആട്ടോ അടയാളപ്പെടുത്തുന്നത്. 6 ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇങ്ങനെ അതേപോലെ ആ സൈഡും വരച്ചു. നമ്മൾ അളവിന് കേട്ടോ. നമുക്ക് എത്രയാണ് അളവ് വേണ്ടി ആ മെഷർമെൻറ്റിൽ അളവെടുക്കാൻ നമുക്ക് ആദ്യം കൂടെ അടിച്ചു പോകാം. എടുക്കാം കേട്ടോ. സൈഡ് രണ്ടും മൂട്ടി കൊടുക്കാണ്.